49ാമത് വയലാർ അവാർഡ് ഇ സന്തോഷ് കുമാറിന് തപോമയുടെ അച്ഛൻ എന്ന കൃതിക്കാണ് പുരസ്കാരം. ടി.ഡി. രാമകൃഷ്ണൻ, എൻ.പി. ഹാഫിസ് മുഹമ്മദ്, പ്രിയ എ.എസ്. തുടങ്ങിയ ജൂറിയാണ് പുരസ്കാരം നിർണയിച്ചത്. ഇ സന്തോഷ് കുമാർ എഴുതിയ തപോമയുടെ അച്ഛൻ എന്ന പുസ്തകമാണ് ഇത്തവണ ഈ അവാർഡിന് നമ്മൾ തിരഞ്ഞെടുത്തിട്ടുള്ളത്. ഇ സന്തോഷ് കുമാറിനാണ് 49ാമത്തെ വയലാർ അവാർഡ് ലഭിച്ചിരിക്കുന്നത്. തപോമയുടെ അച്ഛൻ എന്ന കൃതിക്കാണ് പുരസ്കാരം. ടി.ഡി. രാമകൃഷ്ണൻ, എൻ.പി. ഹാഫിസ് മുഹമ്മദ്, പ്രിയ എ.എസ്. തുടങ്ങിയവരാണ് ജൂറി. അവർ നിർണയിച്ചതാണ് പുരസ്കാരം. അഭയാർത്ഥികളുടെ കഥ പറയുന്ന നോവൽ കൂടിയാണ് തപോമയുടെ അച്ഛൻ. ഏതായാലും അർഹിക്കുന്ന കൈകളിലേക്കാണ് പുരസ്കാരം എത്തിയത് എന്ന് തന്നെയാണ് വിലയിരുത്തപ്പെടുന്നത്. നിർബൻ ചക്രവർത്തി തിരുവനന്തപുരത്ത് നിന്ന് വിശദാംശങ്ങളുമായി ചേരുന്നുണ്ട്. നിർബൻ, അർഹിക്കുന്ന കൈകളിലേക്കാണ് അംഗീകാരം എത്തപ്പെട്ടിട്ടുള്ളത്. അഭയാർത്ഥികളുടെ കഥയാണ് തപോമയുടെ അച്ഛൻ പറയുന്നത്. ഇന്നത്തെ കാലത്ത് ഗാസ, പലസ്തീൻ ഉൾപ്പെടെ കണ്ണീരായി നമ്മുടെ മുന്നിൽ നിൽക്കുമ്പോൾ വലിയ ഒരു സാമൂഹിക പ്രാധാന്യം കൂടി നൽകുന്നുണ്ട് ഈ പുരസ്കാരത്തിനും ഈ നോവലിനും. വയലാർ അവാർഡ് എന്ന് പറയുന്നത് കേരളത്തിൻ്റെ ജ്ഞാനപീഠം എന്നാണ് അറിയപ്പെടുന്നത്. അത്രയേറെ വളരെ പ്രാധാന്യമുള്ള നിരവധി കടമ്പകൾ കടന്ന് നിരവധി ഈ കഥ നോവലുകൾ, വിവിധ സാഹിത്യ രൂപങ്ങളെ സംബന്ധിച്ച നിർദ്ദേശങ്ങൾ എഴുത്തുകാരിൽ നിന്നും വിവിധ വിഭാഗങ്ങളിലെ വിദഗ്ധരിൽ നിന്നും അധ്യാപകരിൽ നിന്ന് സ്വീകരിക്കുന്നു. ആ നിർദ്ദേശങ്ങൾ അടങ്ങി ഒരു പാനലായി അവയിൽ നിന്ന് സെലക്ട് ചെയ്യുന്ന തിരഞ്ഞെടുക്കപ്പെടുന്ന 3 കൃതികൾ അവസാനഘട്ട ചർച്ചയ്ക്ക് വരുന്നു. അതിൽ നിന്നാണ് ജൂറി വയലാർ അവാർഡ് നിർണ്ണയിക്കുന്നത്. 1 ലക്ഷം രൂപയും പ്രശസ്തി പത്രവുമാണ് അവാർഡ്. ഇ സന്തോഷ് കുമാർ എന്ന എഴുത്തുകാരന് ഈ അവാർഡ് അദ്ദേഹത്തിൻ്റെ തപോമയുടെ അച്ഛൻ എന്ന പുസ്തകത്തിനാണ്, നോവലിനാണ് ഇത്തവണത്തെ 49ാമത് വയലാർ അവാർഡ് ലഭിച്ചിരിക്കുന്നത്. ഈ മാസം 27-ന് നിശാഗന്ധിയിൽ വെച്ച് അവാർഡ് വിതരണം ചെയ്യും. അവാർഡ് ടി.ഡി. രാമകൃഷ്ണനും പ്രിയ എ.എസ്. ഒപ്പം തന്നെ ഹാഫീസ് മുഹമ്മദും ആണ് അവാർഡ് ജൂറി നിർണ്ണയിച്ചത്. അവർ തന്നെ പറഞ്ഞത് ഇത് മറ്റ് സമാനതകളില്ലാത്ത എഴുത്തിൻ്റെ വൈഭവം, ഭാഷയുടെ വ്യത്യസ്തത, ഇതൊക്കെ കൊണ്ട് തന്നെ എഴുത്തിൽ ഏറ്റവും അവാർഡ് ജൂറിയെ സംബന്ധിച്ചിടത്തോളം മറ്റ് തർക്കങ്ങളൊന്നുമില്ലാതെ ഐക്യകണ്ഠേന ആ പുസ്തകത്തിലേക്ക് എത്തി എന്നതാണ് ടി.ഡി. രാമകൃഷ്ണനും പ്രിയയും ഒക്കെ പറഞ്ഞത്. അങ്ങനെ 49ാമത് വയലാർ അവാർഡ് ഇ സന്തോഷ് കുമാറിന് ലഭിച്ചിരിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. വിനിഷ. ശരി, നിർബൻ ചക്രവർത്തിയാണ് വിശദാംശങ്ങൾ പങ്കുവച്ചത്. 49ാമത് വയലാർ അവാർഡിന് ഇ സന്തോഷ് കുമാറിൻ്റെ നോവൽ തപോമയുടെ അച്ഛൻ അർഹതപ്പെട്ടിരിക്കുന്നു. നിർബൻ ചക്രവർത്തി വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു.